തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരിയുടെ മരണം കൊലപാതകമെന്ന് സംശയം. ബാലരാമപുരം കോട്ടുകാൽ കോണത്തെ ശ്രീതു ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ 2 വയസ്സുള്ള ദേവേന്ദുവിനെയാണ് വീടിന് സമീപത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടത്. സംഭവത്തിൽ വീട്ടുകാരുടെ മൊഴികളിൽ വൈരുദ്ധ്യം. കുഞ്ഞ് തൻ്റെ കൂടെയാണ് കിടന്നതെന്ന് അമ്മ. കുഞ്ഞ് തൻ്റെ കൂടെയല്ല കിടന്നതെന്ന് അച്ഛൻ മൊഴി നൽകി. അമ്മാവൻ്റെ കൂടെയാണ് കുഞ്ഞ് കിടന്നതെന്നും അച്ഛൻ്റെ മൊഴി. എന്നാൽ കുഞ്ഞ് മാതാപിതാക്കൾക്കൊപ്പമാണ് കിടന്നതെന്ന് അമ്മാവൻ മൊഴി നൽകി. വിജിൻ ചേരുന്നു. വിജിൻ, എപ്പോഴായിരുന്നു കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടത്? മറ്റ് വിശദാംശങ്ങൾ. പുലർച്ചയോടുകൂടിയാണ് ഈ കുട്ടിയെ കാണാനില്ലെന്ന വിവരം മാതാപിതാക്കൾ പോലീസിനെയും നാട്ടുകാരെയും അറിയിക്കുന്നത്. അതിനുശേഷം പോലീസ് എത്തി നടത്തിയ തിരച്ചിലിന് ഇടയിലാണ് വീട്ടിനോട് തൊട്ട് ചേർന്ന ഒരു കിണറിൽ ഇതിന്റെ കമ്പി വല മാറിക്കിടക്കുന്നതായി ഡിവൈഎസ്പിയുടെ ശ്രദ്ധയിൽ പെടുന്നത്. ഡിവൈഎസ്പി ആണ് അതിൽ പരിശോധന നടത്താനുള്ള നിർദ്ദേശം പോലീസിന് നൽകിയത്. ഇതിനെ തുടർന്നാണ് ഈ കിണറിനകത്ത് കുട്ടിയെ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ ഫയർഫോഴ്സിന് വിവരമറിയിക്കുകയും ഫയർഫോഴ്സ് എത്തിയാണ് ഈ കുട്ടിയെ പുറത്തെടുത്തത്. അപ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു. എന്തായാലും ഇക്കാര്യത്തിലുള്ള അന്വേഷണം പോലീസ് ആ ഘട്ടത്തിൽ തന്നെ പൂർത്തിയാക്കുകയും ചെയ്തു. അല്പസമയത്തിനകം തന്നെ ഇതിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ളൊരു സ്ഥിരീകരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമ്മയും അതുപോലെ തന്നെ അച്ഛനും ഒപ്പം തന്നെ അമ്മയുടെ സഹോദരനും അമ്മയുടെ അമ്മയും ഈ കുട്ടിയുടെ സഹോദരിയുമാണ് ഈ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. ഇവർ തമ്മിൽ ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യമാണോ, കുടുംബ വഴക്കാണോ കൊലപാതകത്തിലേക്കോ നയിച്ചത് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ സംശയം നിലനിൽക്കുന്നത്. ആ അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ കുട്ടിയെ കൊന്നതാണ് എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള അന്വേഷണം തന്നെയാണ് നിലവിൽ പോലീസ് നടത്തുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെഞ്ഞാറമൂട് ബാലരാമപുരം പോലീസ്. എന്തായാലും അതിൽ നിന്നായിരിക്കും ഇതിലുള്ള കൃത്യമായൊരു സ്ഥിരീകരണം വരിക. നാട്ടുകാരും ഒക്കെ സൂചിപ്പിക്കുന്നതും ഇതൊരു കൊലപാതകം തന്നെ ആകാമെന്നുള്ളതാണ്. ഇവർക്ക് ചെറിയ തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഭർത്താവുമായി ഒക്കെ ചില അസ്വാരസ്യങ്ങൾ ഈ അമ്മ ശ്രീധുവിന് ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളും നാട്ടുകാർ പറയുന്നുണ്ട്. ഒരു 16 ദിവസം മുമ്പാണ് ഈ ശ്രീധുവിന്റെ അച്ഛൻ മരണമടയുന്നത്. അച്ഛന്റെ മരണാനന്തര ചടങ്ങുകൾ ഇന്ന് നടക്കാനിരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പുലർച്ചയോടുകൂടിയാണ് കുട്ടി മരണപ്പെട്ടത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ നിലവിൽ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാകും കുട്ടിയുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ ഉള്ള ഒരു വ്യക്തത നിലവിൽ വരിക. ഷമി. വിജിൻ, ഇത്രയും കുടുംബാംഗങ്ങൾ ഉള്ള ഒരു വീടാണ്. ഈ രാത്രിയിൽ കുട്ടി ആരുടെ കൂടെ കിടന്നു എന്നുള്ള കാര്യത്തിൽ പോലും ഒരു വ്യക്തത ഇവരുടെ വാക്കുകളിൽ നിന്ന് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഇവരെല്ലാം പരസ്പരം അറിഞ്ഞുകൊണ്ട് ഉണ്ടായ ഒരു സംഭവമാണ് ഇത് എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ നീങ്ങുന്നത്? പോലീസാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത്. എന്തായാലും പുറത്തുനിന്നൊരാൾ ആ വീട്ടിനകത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളത് തൊട്ട് മുമ്പിലുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ പുലർച്ചയോടുകൂടി അമ്മയുടെ സഹോദരൻ താമസിക്കുന്ന മുറിയിൽ തീ പടർന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പോലീസിന് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലായിട്ടുണ്ട്. അത് തുണിയിട്ട് കത്തിച്ചതാവാം എന്ന ഒരു നിഗമനത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. ഇപ്പോൾ വിശദമായി ഈ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മൊഴിയാണ് ഏറ്റവും പ്രധാനം. പക്ഷേ അതിൽ വൈരുദ്ധ്യമുള്ളതായാണ് പോലീസ് പറയുന്നത്. അവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു നിഗമനത്തിലേക്കാണ് പോലീസിന് നിലവിൽ എത്തിച്ചേരേണ്ടത്. അതിനുള്ള ശ്രമമാണ് നിലവിൽ ഡിവൈഎസ്പിയുടെയും അതുപോലെ തന്നെ റൂറൽ SP-യുടെ ഒക്കെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷമ്മി. വിജിനിലേക്ക് തിരിച്ചെത്താം.